അധികം ആളും പറയാറുണ്ട് കേട്ടോ സേമിയ പായസം വെക്കാൻ അറിയൂലാന്ന്. അപ്പോൾ ഇന്ന് അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതറിയാത്തവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വലിച്ചു നീട്ടുന്നില്ല കേട്ടോ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ നാടൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാന് ഇതന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് നല്ല കുഴിയുള്ള ഒരു ചീനച്ചട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ചൂടായ നെയ്യിലോട്ട് നമുക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടായി ഒന്ന് കളർ മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അതിങ്ങനെ പൊങ്ങി വരും. ഈ രീതിയിൽ അത് നല്ലപോലെ വറുത്ത് കിട്ടുമ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം. ഇനി ആ ഒരു നെയ്യിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനത് കുഞ്ഞു കുഞ്ഞാക്കി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് പായസം കുടിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു കോരിയെടുത്ത നെയ്യിലോട്ട് നമുക്ക് ഇതാ സൊവ്വരി ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലടത്ത് സൊവ്വരി എന്ന് പറയും, ചിലടത്ത് ചൊവ്വരി എന്ന് പറയും, ചിലടത്ത് സാവുവനരി എന്നും പറയാറുണ്ട്. അപ്പം നമ്മളവിടെ യൗവരി എന്നാണ് കേട്ടോ പറയാറുള്ളത്. അങ്ങനെ ഇതാ ആ ഒരു പേരുപ്പെട്ട സാധനം നമ്മുടെ നെയ്യിലിട്ട് നല്ലപോലെ വറുത്തെടുക്കാം കേട്ടോ. അപ്പം ആ ഒരു ബോൾസ് നല്ലപോലെ ഇങ്ങനെ പൊന്തി വരും, നല്ല വൈറ്റ് കളറായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പം നമുക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ ഒരു പാനിലോട്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിലോട്ട് നമ്മുടെ സേമിയം ഇട്ട് കൊടുക്കണം. അതായത് സേമിയം ചിലത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ടത് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നീളത്തിലുള്ളതായിരിക്കും. അപ്പം അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു നെയ്യിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമ്മുടെ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള സൗകര്യം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ഇതിലോട്ട് 4 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇതുപോലെ വെട്ടി തിളക്കാൻ വെക്കണം കേട്ടോ. അപ്പോഴേക്കന്നെ നമ്മുടെ ഈ ഒരു സംഭവം നല്ലപോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അതായത് സേമിയ സൗകര്യം കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. പെട്ടെന്ന് വേവാൻ കാരണം നമ്മളിത് വറുത്ത് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ചിലവരിത് കുക്കറിലൊക്കെ ഇട്ടിട്ട് വേവിക്കാറൊക്കെ ഉണ്ട്, അത് കുറേ ടൈം എടുക്കും, നമ്മുടെ ഗ്യാസൊക്കെ ചിലവാകും. ഇതങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇങ്ങനെ വെട്ടി തിളക്കുമ്പോൾ നമുക്കൊരു 5-6 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക ചേർത്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് 2 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് 1 ലിറ്റർ പാലാണ് ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത്. മധുരം ബാലൻസിനായിട്ട് ഞാനൊരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചധികം വെള്ളം വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ സാധാ ഒരു ലൂസിലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസിലായിരിക്കണം. ഇനി ഇതിലോട്ട് ഞാൻ മിൽക്ക് മേഡാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. മധുരത്തിന് നിങ്ങൾക്ക് പഞ്ചസാര മിൽക്ക് മേഡ് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് വേവ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ ഇങ്ങനെ നെങ്ങി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം വന്നിട്ടുണ്ട് എന്നാണ്. ചിലതിങ്ങനെ നമ്മൾ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അമരൂല. അപ്പോൾ കുറച്ച് നേരം കൂടി നമ്മളൊന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി, അപ്പോഴേക്ക് എന്തായാലും സെറ്റ് ആയിട്ട്. അധികം പറയാറുണ്ട് കേട്ടോ സേമിയ പായസത്തിന് നല്ല പണിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടൂല എന്നൊക്കെ. അപ്പോൾ ഈ ഒരു വറുത്ത് വെക്കുന്ന ഈ ഒരു ട്രിക്കിലൂടെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് പായസം കുടിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേവായി എന്ന് ഉറപ്പായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്നട്ടും മുന്തിരിയും ഒക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിപ്പോൾ തിളപ്പിക്കേണ്ട ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വരേണ്ടത് കേട്ടോ. കാരണം നമ്മൾ ഇത്ര ലൂസാക്കിയാലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലപോലെ തണുക്കുമ്പോൾ ഇതൊന്നും കൂടെ തിക്കാവും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ കുടിക്കാൻ പറ്റൂല. അപ്പോൾ ഇത്തിരി ഈ ഒരു ലൂസിലാവുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും, പാകത്ത് ആ ഒരു നല്ല കറക്റ്റ് ഇതിൽ കിട്ടും. അപ്പോൾ എന്തായാലും ഇതുവരെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കിയിട്ടുള്ളവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഫീഡ്ബാക്ക് ആയിട്ട് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.